ഹായ് മക്കളെ 2023 മാത്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റത്തെ ലാബായ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ആണ്. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തുന്ന ഒരു ലാബാണ് മക്കളെ വാല്യൂ ഓഫ് ഫംഗ്ഷൻ. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസോട് കൂടി ചെയ്ത് പഠിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളെ ജിയോജീബ്ര ഡൗൺലോഡ് ചെയ്യുക. ഉബുണ്ടു വേണമെന്നില്ല, വിൻഡോസിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ വിൻഡോസിലാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഒക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇത് മനസ്സിലായവർ മുന്നോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർക്ക് വീഡിയോ പോസ് ചെയ്ത് മുന്നോട്ട് ചെയ്യാം. കാരണം ഇതിന് മുമ്പത്തെ എൻ്റെ ലാബിൻ്റെ ക്ലാസ്സുകൾ കണ്ട കുട്ടികൾക്കാണെങ്കിൽ ഇത് മുന്നോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ ചെയ്ത് നോക്കിയേ. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്നാണ്. ഇത് ഇൻപുട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ ഇത് ഇവിടെ സൈഡിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഇങ്ങനെ തരും. സോ നിങ്ങൾക്ക് ഇത്തവണത്തെ എക്സാമിന് 2025 എക്സാമിന് നമുക്കറിയാവുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിലൂടെയാണ് ക്വസ്റ്റ്യനെങ്കിൽ നമുക്കിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി Ctrl+C അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. x⁻³ കണ്ടല്ലോ, ബ്രാക്കറ്റിൽ വേണം 1/3 അടിക്കാൻ. സോ ഇത് നേരെ നിങ്ങൾ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഇവിടെ ഇൻപുട്ട് ബോക്സിൽ x⁻⁴ കണ്ടല്ലോ മക്കളെ, താഴത്ത് കണ്ടല്ലോ ഇൻപുട്ട് ബോക്സിൽ. അത് എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ഇവിടെ വരും. മക്കളെ നമ്മൾ x⁻⁴ ഇൻപുട്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ദേ ഇവിടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടല്ലോ x⁻⁴. ചിലവർ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ x⁻⁴ എന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുക കറക്റ്റ് ആണോ കിട്ടിയെന്ന്. സോ കറക്റ്റ് ആണ്, മുന്നോട്ട് ചെയ്യാം. ക്രിയേറ്റ് എ സ്ലൈഡർ. എ എന്ന പേരിൽ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. മിനിമം -10 മാക്സിമം 10 ഇൻക്രിമെന്റ് 0.1. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്ലൈഡർ എടുത്തു. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മിനിമം -10, സോ -10, മാക്സിമം 10. ഓക്കെ, 10 ഇൻക്രിമെന്റ് 0.1 ചെയ്തു. 0.1 കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ കണ്ടല്ലോ സ്ലൈഡർ വന്നു. അവർ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്പും അതേപോലെ തന്നെ ചെയ്താൽ മതി മക്കളെ. അടുത്ത എന്താണ്? പ്ലോട്ട് ദ പോയിന്റ്സ് A = A0. ഇതേപോലെ തന്നെ ഇൻപുട്ട് ബോക്സിൽ ഇൻപുട്ടിൽ കൊടുക്ക്. ഞാനിവിടെ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ A എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വന്നു. വളരെ എളുപ്പമല്ലടാ, വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്തത് ഇതേപോലെ ഇത് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ മക്കളെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തരുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, തരും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 2023 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇനി അടുത്തത് B = ഓക്കെ, അത് അതേപോലെ തന്നെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ അത് അതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, B = ബ്രാക്കറ്റിൽ A,F(a), പിന്നെ ക്ലോസ് ചെയ്തു, പിന്നെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, എൻ്റർ കൊടുത്തു. അത് അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യുന്ന ഒരു പാടുമില്ല. ദേ B എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വന്നു കണ്ടോ. നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ വരുന്നുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കണം. AI, BI. ഇനി അടുത്തത് C എന്ന് പറഞ്ഞ പോയിന്റ് അതേപോലെ തന്നെ C = ബ്രാക്കറ്റ് ഇട്ടു 0,F(a) ബ്രാക്കറ്റിൽ അടിച്ചു, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സോ അത് അതേപോലെ തന്നെ ഇൻപുട്ട് ബോക്സിൽ എൻ്റർ ചെയ്തു. എൻ്റർ. Aയും Bയും Cയും വന്നു. ഓക്കെ, അവിടെ വരെ സെറ്റായി. ഇനി ബാക്കി ഡ്രോ ദി ലൈൻ സെഗ്മെന്റ്സ് AB ആൻഡ് BC. സാധാരണ പോലെ തന്നെ AB യും BC യും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് AB യും BC യും കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ലൈൻ സെഗ്മെന്റ് ടൂൾ വേണം. സോ ഇവിടെ മുകളിൽ ലൈൻ എന്ന് പറയണ ആ ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലൈൻ സെഗ്മെന്റ് ടൂൾ എടുക്കുക. Aയും Bയും കൂടെ Aയിൽ ക്ലിക്ക് ചെയ്തു, Bയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തായി? Aയും Bയും കൂടെ ജോയിൻ ചെയ്തു. അടുത്ത Bയിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നേരെ നീട്ടി Cയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ AB യും BC യും നമ്മൾ ജോയിൻ ചെയ്തു. അടുത്ത എന്താണ് പറഞ്ഞിരിക്കണേ? അടുത്ത ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ F ആൻഡ് A. Fനും Aക്കും പകരം ഇൻപുട്ട് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡറിന്റെ ആ ടൂൾ ബാറിൽ എടുത്തിട്ട് അവിടെ ഇൻപുട്ട് ബോക്സ് ഉണ്ട്. ഇൻപുട്ട് ബോക്സ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. A എന്ന് പേരിടുക, കാരണം നമ്മൾ സ്ലൈഡറിന് വേണ്ടിയാണ് ആദ്യം ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ A എന്ന് അവിടെ അടിച്ചു കൊടുത്തു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മക്കളെ A ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ Aയുമായിട്ട് വേണം ലിങ്ക് ചെയ്യാൻ. A ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. സോ അവിടെ വന്നു കഴിഞ്ഞു. നമുക്കത് മൂവ് ചെയ്ത് ഇങ്ങോട്ട് സൈഡിലേക്ക് നീക്കി വെക്കാം. ചിലപ്പോൾ ഇത് മൂവ് ആയില്ലെങ്കിൽ മക്കളെ ഇവിടെ മൂവിൻ്റെ ബട്ടൺ കണ്ടല്ലോ മുകളിൽ, മൂവിൻ്റെ ആ ടൂൾ എടുത്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ മൂവ് ചെയ്തെങ്കിൽ മൂവ് ആവും കേട്ടോ. ചിലപ്പോൾ മൂവ് ആയില്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ മൂവ് ആവും. ഓക്കെ, ഇതൊക്കെ മനസ്സിലായല്ലോ. മൂവ് ചെയ്യാൻ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നമ്മൾ ചിലപ്പം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മൂവ് ആകത്തില്ല. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് എന്താണ് ഇൻപുട്ട് ബോക്സ് ഒരു Fനും കൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ Fന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് F(x) ആണ്. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്?
അത്രയും കഴിഞ്ഞു മക്കളെ, 3 മാർക്കിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്തേക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം മക്കളെ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നെയിം എന്നാണ് കിടക്കുന്നത്, ബി എന്ന് പറഞ്ഞ പേര് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ബിയുടെ നെയിം ആൻഡ് വാല്യൂം കൂടെ സെലക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടും. നമുക്കിത് ആവശ്യം വരും. ഇവിടം വരെ ചെയ്യുക. ഇവിടം വരെ ചെയ്യാൻ അവർ പറഞ്ഞിരിക്കണമെന്ന് ചെയ്താൽ മതി. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടം വരെ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതാം ആപ്ലെറ്റ് ക്രിയേറ്റഡ്. ഇത്രയും ചെയ്യുക. ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം ആപ്ലെറ്റ് ക്രിയേറ്റഡ് 1 നമ്പർ ഇട്ട ശേഷം ആപ്ലെറ്റ് ക്രിയേറ്റഡ് കഴിഞ്ഞു. 3 മാർക്ക് കിട്ടി. ഓക്കെ, ടീച്ചറിനെ വിളിച്ച് കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും മക്കളെ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും. ഇത് കണ്ടല്ലോടാ, ക്യൂബ് റൂട്ട് ഓഫ് 4, ക്യൂബ് റൂട്ട് ഓഫ് 6, ക്യൂബ് റൂട്ട് ഓഫ് 8. ഇത് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സിന് പകരമാണ് ഇവർ ഓരോരോ വാല്യൂ തന്നിരിക്കുന്നത് കേട്ടോ. എക്സിന് പകരം 4. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാണ് നിങ്ങൾക്ക് ടിക്കറ്റ് തന്നിരിക്കണമെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 4 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന് പറഞ്ഞാൽ 1 ഇവിടെ ഇട്ടിരിക്കുന്നത്. അവിടെ എക്ക് പകരം 4 കണ്ടുപിടിക്കേണ്ടത്. 4 എൻ്റർ ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടല്ലോ, ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് എത്ര കിട്ടിയടാ, ഇവിടെ നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ബിയുടെ മക്കളെ, ബി എന്ന് പറയണ ഈ പോയിന്റിന്റെ ബി മൂവ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ബി ഇച്ചിരി മുകളിലേക്ക് മാറ്റി. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. 4ന്റെ ക്യൂബ് റൂട്ടാണ് 1.59. കണ്ടല്ലോടാ, 4ന്റെ ക്യൂബ് റൂട്ടാണ് 1.59. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയാലും മതി. ഞാൻ പറയുന്നത് ഇവിടെ നോക്കണ്ട എന്നാണ് പറയുന്നത്, കാരണം ഇവിടെ നെഗറ്റീവ് കാണിക്കത്തില്ല. സോ ബി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി. ഞാൻ വീണ്ടും പറയുന്ന മക്കളെ, ബി എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. 4ന്റെ ക്യൂബ് റൂട്ടാണ് വൈ കോർഡിനേറ്റ് 1.59. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കണമെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 4 = 1.59 എന്ന് എഴുതിയാൽ ആൻസർ ആയി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഇതേപോലെ അടിച്ചു കൊടുക്കുക, ക്യൂബ് റൂട്ട് ഓഫ് 6. സോ ഇവിടെ 4ന് പകരം 6 എൻ്റർ ചെയ്യുക, എൻ്റർ. എത്രയാടാ ക്യൂബ് റൂട്ട് ഓഫ് 6? 1.82 ആണ് ക്യൂബ് റൂട്ട് ഓഫ് 6. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത് നോക്കാം, ക്യൂബ് റൂട്ട് ഓഫ് 8. ക്യൂബ് റൂട്ട് ഓഫ് 8 ഇവിടെ 6ന് പകരം 8 എൻ്റർ ചെയ്യാം. 8ന്റെ ക്യൂബ് റൂട്ട് നമുക്കറിയാം അല്ലേ, 2. 2 അല്ലേ, 2 × 2 × 2 ആണല്ലോ 8. അപ്പോൾ 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യനും നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്രയും 3, 2, 5 മാർക്ക് കിട്ടി. 5 മാർക്ക് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ്, യൂസിങ് എബോവ് ആപ്ലെറ്റ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലെറ്റിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണം. മക്കളെ, സൈൻ ഓഫ് 5.5, സൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സൈൻ 5.5 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഫംഗ്ഷൻ ഇപ്പോൾ x⁻⁴ ആണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ സൈൻ കണ്ടുപിടിക്കണമെങ്കിൽ sin x അടിച്ചു കൊടുക്കണം. നമ്മുടെ ഫംഗ്ഷൻ sin x ആണ്. sin x-ന്റെ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? സൈൻ ഓഫ് 5.5 ആണ് അല്ലേടാ. സൈൻ ഓഫ് 5.5 എന്ന് പറഞ്ഞാൽ എക്ക് പകരം എയുടെ അവിടെ 5.5 സിമ്പിളായിട്ട് എൻ്റർ ചെയ്യുക, എൻ്റർ അടിക്കുക. ദേ കണ്ടല്ലോടാ, ബി എന്ന് പറയണതിൻ്റെ വൈ കോർഡിനേറ്റ് നോക്ക്. എത്രയാണ് സൈൻ 5.5 -0.71. ഞാനിവിടെ ബി കോർഡിനേറ്റ് നോക്കാൻ പറയേണ്ട കാര്യം കണ്ടല്ലോ, ഇവിടെ നിങ്ങളുടെ ഇവിടെ ഈ പോയിന്റ് കാണിക്കും, പക്ഷെ അവിടെ നെഗറ്റീവ് കാണിക്കത്തില്ല. അപ്പോൾ കറക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ബിയുടെ വൈ കോർഡിനേറ്റ് വെക്കുക. ഇല്ലെങ്കിൽ ഇത് ഇവിടെ നോക്കിയാലും മതി. കണ്ടല്ലോ, ബിയുടെ വൈ കോർഡിനേറ്റ് ഇവിടെ കാണാം, പക്ഷെ എളുപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുന്നതാണ് എളുപ്പം. -0.71. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് മക്കളെ? റൈറ്റ് ദ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മെത്തേഡ് എഴുതണം. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത എന്താണ്, എഫ് ഓഫ് എക്സിന് വേണ്ടി നിങ്ങളുടെ വാക്യത്തിൽ എഴുതാം. നമ്മൾ വേണമെങ്കിൽ എഡിറ്റ് എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ടേക്ക് എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ്. പിന്നെന്താണ്, ആൻഡ് എ ഇസ് ഈക്വൽ ടു, സിമ്പിളായിട്ട് എ ഇസ് ഈക്വൽ ടു 5.5. പിന്നെന്താണ്, എ ഈക്വൽ ടു 5.5. ദെൻ സൈൻ ഓഫ് 5.5 ഇസ് ഈക്വൽ ടു -0.71. അല്ലെങ്കിൽ എഴുതാം ദ വൈ കോർഡിനേറ്റ് ഓഫ് ബി ഇസ് ഈക്വൽ ടു -0.71, അല്ലെങ്കിൽ ദ വൈ കോർഡിനേറ്റ് ഓഫ് ബി ഈസ് ദ ആൻസർ. എടാ നിങ്ങളുടെ വാക്യത്തിൽ എഴുതാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒന്നും കൂടെ ഞാൻ പറയും ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന്. ടേക്ക് എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ്. നമ്മൾ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ സൈൻ എക്സ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ എഡിറ്റ് എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ്, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് ആൻഡ് ടേക്ക് ദ വാല്യൂ എ ഇസ് ഈക്വൽ ടു 5.5. എ എന്ന് പറയുന്നത് 5.5 എടുത്തു. ദെൻ സൈൻ ഓഫ് 5.5 ഇസ് ഈക്വൽ ടു എത്രയാടാ, -0.71. സിമ്പിൾ ആയിട്ടുള്ള കാര്യം.
അടുത്തതും കൂടെ നോക്കാം. സൈൻ 7.7 ആണെങ്കിൽ ഇവിടെ 5.5 പകരം 7.7 എഴുതുക. നിങ്ങൾ ഇത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോടാ. എടാ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ എന്ത് എഴുതി വെക്കും? എടാ നമ്മൾ എന്താണ് ഇതിനകത്ത് ചെയ്തത് അതങ്ങ് എഴുതി വെച്ചോ. ഒരു പാരഗ്രാഫ് വേണം എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വാക്യത്തിൽ എന്ത് വേണമെങ്കിലും എഴുതി വെക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വാക്യത്തിൽ ഞാൻ പറഞ്ഞതാ, ടേക്ക് f of x as sin x and the value a is equal to 7.7, then sin of 7.7 is equal to എത്രയാടാ? 0.99. ഓക്കെ, അടുത്തതും കൂടെ നോക്കാം. സൈൻ 9.9, അപ്പോൾ ഇവിടെ 9.9 സിമ്പിളായിട്ട് അടിച്ചു കൊടുക്കുക, എൻ്റർ. ടേക്ക് f of x as sin x and a is equal to 9.9, then sin 9.9 is equal to -0.46. കഴിഞ്ഞു. 8 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഇതിനേക്കാൾ എളുപ്പം 8 മാർക്ക് കിട്ടുന്ന ലാബ് വേറെ ഇല്ലെന്ന് പറയും, കാരണം അത്ര എളുപ്പമാണ്. 8 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചോ. ഇത്തവണത്തെ ലാബിന് മക്കളെ 8 മാർക്ക് ഉറപ്പിച്ചോ, സിമ്പിളായിട്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ചെയ്ത് കഴിയാൻ. ഓക്കെ, 4 ലാബ് ചെയ്താൽ മതി, അതിനകത്ത് ഒരു ലാബ് 5 മിനിറ്റ് പോലും വേണ്ട ചെയ്ത് കഴിയാൻ. അത്ര സിമ്പിളായിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ് മക്കളെ, ഇങ്ങനെ ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഓക്കെ, കമൻറ്റ്സ് ഒക്കെയാണ് നിങ്ങളുടെ കമൻറ്റ്സ്. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം കേട്ടോ മക്കളെ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോകാം മക്കളെ. നെക്സ്റ്റ് ലാബായിട്ട് കാണാം. ഓക്കെ, ബൈ.